നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ സർക്കാർ താഴെ പോകുന്നു. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ ഉയർന്നു വന്ന ഒരു വിഷയമാണ് കേരള PSCയിൽ നടന്ന നിയമന തട്ടിപ്പ്. അതായത് വൻതോതിലുള്ള നിയമന തട്ടിപ്പ് PSCയിൽ നടന്നിരിക്കുന്നുവെന്നും PSC അംഗങ്ങളും അതുപോലെ തന്നെ PSC ചെയർമാൻമാരുടെയും എല്ലാം അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നതെന്നും അന്നത്തെ സർക്കാരിൻ്റെ മൗനാനുവാദം ഇതിനുണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെതടക്കമുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നടത്തിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയമന തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെറും 56 മാർക്ക് ലഭിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് 1ാം റാങ്ക് ലഭിച്ചതോടുകൂടിയാണ് സംശയം ബലപ്പെട്ടത്. മിടുക്കരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഈ ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് വിവരാവകാശം വഴി വാങ്ങി പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അറിഞ്ഞത്. അത് തങ്ങളുടെ ഏതാണ്ട് 54 മാർക്കോളം വരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിരുന്നില്ല എന്നായിരുന്നു. ഈ മൂല്യനിർണ്ണയം നടത്താത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ പ്രസ്തുത പോസ്റ്റിൽ നിയമിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. കേരളത്തെ ഞെട്ടിച്ച നിയമന തട്ടിപ്പായിരുന്നു പുറത്തു വന്നത്. എന്നാലും ഇതുവരെയും PSCക്കെതിരെ അത്ര കണ്ട് വലിയ പ്രതിഷേധങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. PSC ഒരു ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSC ചെയർമാനെയോ അംഗങ്ങളെയോ പുറത്താക്കാൻ സർക്കാരിന് കഴിയില്ല. എന്നാൽ ഗവർണർ ഇക്കാര്യങ്ങളിൽ അതിശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ലോക് ഭവനുകളിൽ അറ്റ് ഹോം പാർട്ടി നടക്കാറുണ്ട്. അറ്റ് ഹോം സൽക്കാരത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത് നടക്കുക. കേരളത്തിലെ ഗവർണർ ലോക് ഭവനിൽ നടന്ന ഈ കൊല്ലത്തെ അറ്റ് ഹോം സൽക്കാരത്തിൽ PSC ചെയർമാനെ ക്ഷണിച്ചില്ല. മാത്രമല്ല PSC അംഗങ്ങളെയും അദ്ദേഹം ഒഴിവാക്കി. വലിയ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഗവർണർ ഇവരെ ഒഴിവാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അറ്റ് ഹോം സൽക്കാരത്തിൽ നിന്ന് PSC ചെയർമാനെ ഒരു ഗവർണർ മാറ്റി നിർത്തുന്നത്. ആ മാറ്റി നിർത്തലിൻ്റെ ഉദ്ദേശം തന്നെ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ് സംസ്ഥാനത്തെ ലോക് ഭവൻ നിൽക്കുന്നത് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. PSC നിയമനം ലഭിക്കാത്തത് കാരണം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ സമരമുഖത്താണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മണ്ണുവാരിത്തിന്നും പുല്ല് കഴിച്ചുമൊക്കെ ഇവർ സമരം ചെയ്തിരുന്നു. നിരാഹാര സമരത്തിലൂടെ അവശയായ വളർമതി ടീച്ചറുടെ മുഖം ഇപ്പോഴും കേരളത്തിന് ഓർമ്മയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇവരുമായി ചർച്ച നടത്തി കാര്യങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ അതിൽ നിന്നും ഒരാളെപ്പോലും നിയമിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരളത്തിന് നാണക്കേടായി മാറുകയാണ്. CJP നടത്തിവന്ന സമരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിട്ടും കേരളത്തിലെ ഈ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം കണ്ടില്ല എന്ന് നടിച്ചത് വലിയ വിമർശനമായി മാറിയിരുന്നു. ആ വിമർശനം മാറ്റി നിർത്താനാണ് ഒടുവിൽ സർക്കാർ PSC ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയത്. രാവ് പകലാക്കി പഠിച്ചുകൊണ്ടാണ് ഇവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. എന്നാൽ പിൻവാതിൽ നിയമനങ്ങൾ ഇവരുടെ സ്വപ്നങ്ങൾ തകർത്ത് കളയുന്നു. പിൻവാതിൽ നിയമനങ്ങൾ മാത്രമല്ല, വലിയ രീതിയിലുള്ള നിയമന തട്ടിപ്പുകളും നടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നേരത്തെ പറഞ്ഞത്. അതായത് 10 ചോദ്യങ്ങൾ ബോധപൂർവം മൂല്യനിർണ്ണയം നടത്താതെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ PSC ചെയർമാന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നിയമനം കൊടുക്കുന്നു. അയാളെ 1ാം റാങ്കിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളും കണക്കുകളും നടത്തുന്നു. തീർച്ചയായും കേരള PSC ഒരു അത്ഭുത പ്രതിഭാസമായി മാറുകയായിരുന്നു. 100-ന് വെറും 56 മാർക്ക് ലഭിച്ച ഒരാളെ ഈ പറയുന്ന രീതിയിൽ 1ാം റാങ്കുകാരനായി പ്രഖ്യാപിച്ച് സാക്ഷര കേരളത്തിൽ ഇത്ര ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ മുഴുവൻ മടയന്മാരാക്കിക്കൊണ്ട് PSC ചെയർമാനും സംഘവും ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ നിയമിച്ചിരിക്കുന്നു. CPM അനുകൂല സംഘടനയുടെ നേതാവാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടിലൂടെ അയാൾക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്. രാവും പകലും ഉറക്കം ഇല്ലാതെ പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ നേരെയുണ്ടായ കൊടിയ വഞ്ചനയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചവരിൽ കേരളത്തിലെ PSC ചെയർമാനും PSC അംഗങ്ങളും ഉൾപ്പെടും എന്ന
ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മൂല്യനിർണ്ണയം നടത്താത്തത് സാങ്കേതിക പിഴവ് മാത്രം എന്നായിരുന്നു PSC വിശദീകരിച്ചിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അത് വെറും സാങ്കേതിക പിഴവല്ലെന്നും സഖാക്കളെ ഒന്നാം റാങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ മൗനാനുവാദമില്ലാതെ ഇതെല്ലാം നടക്കുമോ? എന്തായാലും സർക്കാർ മാറിയതുകൊണ്ട് ഇപ്പോൾ വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു. വഞ്ചിക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കേരളത്തിലെ മിടുക്കരായ PSC ഉദ്യോഗാർത്ഥികളായിരുന്നു, റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നു. എന്നാൽ ഇവർക്കൊപ്പം സർക്കാർ നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. പിണറായി വിജയൻ സർക്കാർ പക്ഷേ നിന്നത് ഉദ്യോഗാർത്ഥികൾക്കൊപ്പമല്ലായിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ സഹന സമരം അവർ കണ്ടില്ല എന്ന് നടിച്ചു. എന്തായാലും സർക്കാർ താഴെ വീണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കൊപ്പം നിൽക്കാൻ ലോക് ഭവൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതീകാത്മകമായി ഇപ്പോൾ PSC ചെയർമാനെ സൽക്കാരത്തിൽ നിന്നും ലോക് ഭവൻ ഒഴിവാക്കിയിരിക്കുന്നത്. PSC അംഗങ്ങളെയും ഒഴിവാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തെ PSC ഇങ്ങനെ നിയമന തട്ടിപ്പ് നടത്താൻ മാത്രമുള്ള വെള്ളാനയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം പറ്റി അതിനു ശേഷം ഇത്തരത്തിൽ ഉള്ള നിയമനങ്ങൾ നടത്താനുള്ള കോഴയും പറ്റി ഈ സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനം ഇങ്ങനെ പോകുന്നത് കൊണ്ട് തീർച്ചയായും നിയമവാഴ്ചയെ ഇഷ്ടമുള്ളവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനങ്ങൾക്കൊപ്പം സർക്കാർ നിലപാടെടുക്കാൻ മറക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ മാറി നിൽക്കുമ്പോൾ ലോക് ഭവൻ അതിൽ സധൈര്യം നടപടികളുമായി പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ലോക് ഭവൻ്റെ ഈ ഒരു അതൃപ്തി ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. നിലവിലെ PSC ചെയർമാൻ രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത്. കേരളത്തിൻ്റെ മുന്നിൽ രാജാവ് നഗ്നനാണ് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ശമ്പളം വാങ്ങി AC കാറിൽ കറങ്ങി ലക്ഷക്കണക്കിന് രൂപ കോഴയും വാങ്ങി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നവരെ ലോക് ഭവൻ്റെ പടിവാതിൽക്കൽ കയറ്റാതിരുന്ന ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ.